ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ആഷിതനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇഷിത പുറത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഇടത്ത് എല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. മഹേഷ് അഭിനയിക്കായിരുന്നു എന്ന് പറയാണ്. അഭിനയിക്കായിരുന്നു? എന്ത് അഭിനയിക്കായിരുന്നു? അത് എന്റെ കാർ ആക്സിഡന്റ് ഉണ്ടല്ലോ, അത് ആകാശ് കരുതിക്കൂട്ടി ചെയ്തതാണെന്നോ മഹേഷിനൊരു സംശയമുണ്ട്. അങ്ങനെ ആകാശ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ രചനക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ രചനനെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി മഹേഷ് വെറുതെ അവൾക്ക് അടുപ്പം കാണിക്കാണ്. അല്ലാതെ മഹേഷ് അവൾക്ക് ഒരിക്കലും അടുപ്പം കാണിക്കില്ലല്ലോ ഇടത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോലും മഹേഷ് കിടക്കാത്തതിന് കാരണം അവിടെ ഹോസ്പിറ്റലിൽ രചനയുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് മഹേഷ് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ മഹേഷിനുള്ളിൽ ഈ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടായിരുന്നു. മഹേഷ് ഈ പ്ലാനിന്റെ കാര്യം എന്റെ അടുത്ത് ഇന്നലെ രാത്രിയാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ചേച്ചിട്ട് പറയാൻ മറന്നു. പിന്നെ ചേച്ചി ഇന്ന് രാവിലെ തന്നെ വരുമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹോ, ഇപ്പോഴാണ് ഇഷ്യൂ സമാധാനമായത്. കാരണം എന്റെ ജീവിതം നിനക്ക് അറിയാലോ, അതങ്ങനെയാണ്. ഭർത്താവാണെങ്കിൽ അമ്മായിമ്മയുടെ കൂടെയാണല്ലോ. ഇപ്പൊ നിന്റെ ജീവിതം എങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ചോദിച്ച് സമാധാനത്തോടെ ഇരിക്കായിരുന്നു ഞാൻ. അപ്പൊ നിനക്കും ഇങ്ങനെ ആയെന്ന് അറിഞ്ഞപ്പോഴാ എനിക്കൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു. അതാ ഞാൻ രാവിലെ തന്നെ വന്നത്. അത് കുഴപ്പമില്ല ചേച്ചി. ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹേഷ് ശരിക്കും സന്തോഷത്തോടെ തന്നെയാ കേട്ടിരുന്നത്. കണ്ടില്ലേ മഹേഷ് സന്തോഷത്തോടെ അവരെന്നൊക്കെ പറഞ്ഞത്. ഞാൻ മഹേഷിനൊന്ന് കാണട്ടെ എന്ന് പോയിട്ട് അശ്വിത അകത്തേക്ക് പോവാം. മഹേഷ് ആള് കൊള്ളാം കേട്ടോ. എന്താ ചേച്ചി അനിയത്തിന് ഉപദേശിച്ച് ഇത്ര പെട്ടെന്ന് തീർന്നോ? ഉപദേശിച്ച് തീർന്നു. പറഞ്ഞു മഹേഷിനെ വിട്ട് ഒരിക്കലും വരരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാലോ. അല്ല, ഇവിടുന്ന് പോയപ്പോഴേക്കും എന്തോ അനിയത്തിന്റെ കുടുംബജീവിതം തന്നെ നശിപ്പിച്ചു എന്നാ, അനിയത്തിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നാ എന്തൊക്കെയാണല്ലോ പറഞ്ഞത് മഹേഷ്. എന്നാലും മഹേഷ് ഇങ്ങനെ ചെയ്യുന്നത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഇഷ്യൂ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോ ആകെ വിഷമമായി പോയി. മഹേഷിന് അറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇഷ്യൂവിന്റെ ജീവിതം ഇങ്ങനെയായെന്ന് പറഞ്ഞപ്പോ ആകെ വല്ലാത്തൊരു വിഷമം പോലെ. അതുകൊണ്ട് പറഞ്ഞു പോയതട്ടാ. സോറി കേട്ടോ മഹേഷ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അഷിതേ. കാരണം വെച്ചാല് സ്വന്തം അനിയത്തിനെ അത്രമാത്രം അശ്വത സ്നേഹിക്കുന്നോണ്ടല്ലേ രാവിലെ തന്നെ ഇവിടെ ചോദിക്കാൻ വേണ്ടി വന്നത്. അല്ല, അശ്വതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമാണ് അവിടെ? എന്ത് സുഖം മഹേഷ്, അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് പറയണം. അല്ല, അശ്വതയ്ക്ക് ജോലി ഉണ്ടല്ലോ. അവിടെ ഒട്ടും നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ മാഷിന്റെ വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റാത്ത അവസ്ഥയാ. മഹേശ്വരേട്ടൻ എന്നെ വേണ്ടെങ്കിലും എനിക്ക് മഹേശ്വരേട്ടനെ കുടുംബക്കാരെ വേണം. എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ അശ്വിത. അപ്പൊ ഇഷിത പറഞ്ഞ പാവം ചേച്ചി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് എന്റെ ജീവിതം കൂടി ഇങ്ങനെ ആയെന്ന് പറഞ്ഞ പാവം ആ ടെൻഷൻ കൊണ്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം ഇഷിത രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട റെഡി ആവണം. അപ്പൊ മഹേഷ് ചോദിക്കണേ, താനിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? പോകണ്ടെന്ന് വിചാരിച്ചതാണ് മഹേഷ്. പക്ഷെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പങ്കെടുത്തിട്ട് ഉച്ചക്ക് മുമ്പായിട്ട് തിരിച്ചു വരാം എന്ന് പറയാണ്. ഇന്നിവിടെ ചിപ്പി ഉണ്ടല്ലോ, അതുകൊണ്ട് മഹേഷിന് ബോറൊന്നും അടിക്കില്ലല്ലോ. അത് ശരിയാ, ചിപ്പിയോട് ബോറൊന്നും അടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രചനയും അതുപോലെ തന്നെ ആദ്യം കൂടി അങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പോഴേക്കും ഇഷിത മഹേഷിനെ നോക്കുന്നുണ്ട്. മഹേഷ് കണ്ണിങ്ങനെ ഇറക്കി ഇങ്ങനെ കാണിക്കാട്ടോ. അപ്പൊ തന്നെ ഇഷിത മഹേഷിനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം അതുപോലെ തന്നെ രചനയ്ക്ക് വന്നല്ലോ. രചന, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്, മഹേഷിനെ ഒന്ന് നോക്കിക്കോണേ. അതിനെന്താ, മഹേഷിനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാനും മോനും കൂടി ഇവിടേക്ക് വന്നത്. ഇഷിത പോയിട്ട് വന്നു, ഒരു കുഴപ്പമില്ല, ഞാൻ മഹേഷിനെ നോക്കിക്കോളാം എന്നൊക്കെ രചന പറയാണ്. രചനക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. പക്ഷെ ഇഷിത ഒരുമാതിരി ആക്കി പറഞ്ഞതാണ്. അത് രചനക്ക് മനസ്സിലായൂല്ല. അങ്ങനെ ഇഷിത അവിടെ നിന്ന് പോകുവാട്ടോ. വാതിലിച്ചായിട്ട് പോകുന്നുണ്ട്. ശേഷം ആദ്യം അതുപോലെ തന്നെ ചിപ്പി മഹേഷിന്റെ അപ്പറേ ഇപ്പറേ ഇരിക്കുകയാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് രചനയാണ് കേട്ടോ. മഹേഷിന്റെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും രചനയുടെ കയ്യിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ വേണ്ടി മഹേഷ് ഇങ്ങനെ രചനയുടെ ഒരു സ്നേഹം ഉള്ള പോലെ കാണിക്കുകയാണ്. അപ്പൊ ആദ്യം വിചാരിക്കും ഡാഡിക്ക് മമ്മിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്നേഹം അത് ഡാഡിയെ സ്നേഹം അഭിനയിക്കുകയാണോ അതെന്തെങ്കിലും അറിയാൻ വേണ്ടി ചെയ്യണതാണോ എന്നൊക്കെ ആദ്യമൊക്കെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ രചന ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മഹേഷ് ചോദിക്കണ്ട്, അല്ല രചന, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മഹേഷ്, എന്താണെങ്കിലും ചോദിച്ചോളൂ. അല്ല, രചനയ്ക്ക് ഇപ്പോഴോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കണത്. ഇല്ല മഹേഷ്, എനിക്ക് മഹേഷിനോട് ഒരു ദേഷ്യവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. മഹേഷിന് എന്താണെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എന്താ വെച്ചാ പറയാം എന്ന് രചന പറയാണ്. അപ്പോ മഹേഷ് വേണ്ട, രചനക്കറിയാലോ എനിക്ക് ശത്രുവായിട്ട് പറയാനായിട്ട് ആകാശ് മേനോൻ മാത്രമേ ഉള്ളൂ. അത് ശരിയാ, ആകാശ് മാത്രമാണല്ലോ മഹേഷിന്റെ ശത്രു. ഒരിടയ്ക്ക് ഞാനും മഹേഷിന്റെ ശത്രുവായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് എനിക്ക് മഹേഷിനോട് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ. അല്ല, എന്റെ കാർ ആക്സിഡന്റിന്റെ കാര്യം രചനക്ക് അറിയാലോ. അറിയാം. അതെന്താ? അല്ല, അതൊരു ആക്സിഡന്റ് ആണോ, അത് കരുതിക്കൂട്ടി ഒരു കൊലപാതകത്തിന് ശ്രമിച്ചാണെന്നോ എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശത്രുവായിട്ട് ആകാശം മാത്രമേ ഉള്ളൂ. അപ്പൊ ആകാശായിരിക്കും അത് ചെയ്തെന്നൊരു സംശയം എനിക്ക് ഉണ്ടെന്ന് പറയുമ്പോഴേക്കോ പെട്ടെന്ന് രചനയുടെ മുഖം മാറാണ്. എന്താ രചന, നിനക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? എനിക്കൊന്നും അറിയില്ല. മഹേഷിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോ ആകാശം ആവാൻ ചാൻസ് ഉണ്ട് എന്ന് രചന പറയാണ്.
മഹേഷ് ചോദിക്കണ്ട, അല്ല രചന, നിനക്ക് അറിയാമെങ്കിൽ സത്യം പറ, ആകാശങ്ങാനുമാണ് ഇതിന് പിന്നിൽ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇഷിതൊക്കെ വെച്ച പോലെ കെണിയിലും ഞാൻ വീണതാണോ? അങ്ങനെ ഇതിലാണോ? ഇഷിതനെ കൊല്ലാൻ വേണ്ടിട്ടാണോ നോക്കിയിട്ടുണ്ടാവാ? എനിക്കറിയില്ല മഹേഷ്. മഹേഷിനൊരു ശത്രുവായിട്ട് ആകാശം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊരു കൊലപാതക ശ്രമമാണെങ്കിൽ ആകാശാവാനായിരിക്കും ചാൻസ് എന്നൊക്കെ രചന വീണ്ടും മറുകണ്ഠം ചാടി ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന പ്രിയാമണിനെയാണ്. പ്രിയാമണിയാണെങ്കിൽ ആകെ വെപ്രാളം പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ. അപ്പൊ ആശു ചോദിക്കണ്ടേ, എന്താ പ്രിയേ, താൻ എന്തിനാ ഇങ്ങനെ ഒരു വെപ്രാളം കാണിച്ച് നടക്കണം? താൻ എന്തെങ്കിലും ടെൻഷൻ ആവണത്? മാഷിന് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. മാഷിന് ഇപ്പൊ എന്താ, എനിക്കാ ടെൻഷൻ. എന്റെ മോളുടെ ജീവിതകാര്യം വെച്ചിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല. അല്ല, തന്റെ ഏത് മോളുടെ കാര്യം തന്നെ ആലോചിക്കണത്? എന്റെ രണ്ട് മക്കളുടെയും കാര്യം. അഷിതയുടെ ജീവിതമാണെങ്കിൽ അങ്ങനെ, ഇഷുവിന്റെ ജീവിതമാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇഷുവിന്റെ ജീവിതം സമാധാനത്തോടെ പോകണ്ടെന്ന് പറഞ്ഞിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ. ഇപ്പൊ അതും പോയി കിട്ടി. മഹേഷ് എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ഇനി ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാത്ത മഹേഷിനെ നോക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. മാഷ് പറഞ്ഞിട്ട്, പ്രിയേ, ദേ ഞാനിത് പല വട്ടം പറഞ്ഞിട്ടുണ്ട്, ആ വർത്താനം പറയരുതെന്ന്. താൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നോക്ക്, ആ ആക്സിഡന്റ് സംഭവിച്ചെങ്കിൽ ഇപ്പൊ നമ്മുടെ മോളാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ താൻ ഇതുപോലത്തെ വർത്താനം പറയുമായിരുന്നോ? അപ്പോ സ്വപ്നവല്ലി ഇതൊന്നും അല്ലായിരിക്കും ചെയ്യണത്, ഇതിനപ്പുറം ചെയ്യും. അതെന്താ മാഷ് പറയാത്തത്? അവരാ സ്പോട്ടിൽ തന്നെ മോനെ കൊണ്ട് എന്റെ മോളെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കും. എന്താ ഇല്ലെന്ന് മാഷിന് പറയാൻ പറ്റുമോ? എടോ, എന്തായാലും സംഭവിച്ചു. ഇനി വരുന്ന കാര്യം നമുക്ക് നോക്കാം. മഹേഷ് ഇപ്പൊ റെസ്റ്റിലല്ലേ 2-3 മാസം, അതൊന്ന് കഴിയട്ടെ. തന്നെ സമാധാനപ്പെട്. ഇല്ല മാഷേ, ഞാൻ സമാധാനപ്പെടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോള് മഹേഷിനെ ഡിവോഴ്സ് ചെയ്യണം. താനെ ഇതും പറഞ്ഞിട്ടെ ഇഷിതയുടെ അടുത്തേക്ക് പോ. ഇഷിത തന്നെ നല്ല ആട്ടാട്ടും. ഇത്രയും നാൾ അവൾ അമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ഭർത്താവാണ് എന്തൊക്കെ പറഞ്ഞാലും മഹേഷ്. ആ ഭർത്താവിന് എന്തെങ്കിലും പറഞ്ഞ ദേ അമ്മയാണെന്ന് പോലും അവള് നോക്കില്ല, പൊട്ടിത്തെറിക്കും. ഇപ്പൊ തന്റെ ഭർത്താവാണ് ഞാൻ, എന്നെ കുറിച്ച് ആരെങ്കിലും എന്തിനും പറഞ്ഞ തനിക്ക് ദേഷ്യം വരില്ലേ? അതുപോലെ തന്നെയാ ഇഷുവിന്റെ കാര്യം. അതെന്ത് ഭർത്താവാ മാഷെ? ഇതാണോ ഭർത്താവ്? അവർ തമ്മിൽ എന്ത് ബന്ധമാണ് മാഷെ ഉള്ളത്? എടോ, അവർ തമ്മിലുള്ള ബന്ധം പോയി അറിയാനായിട്ട് താൻ അവരുടെ കൂടെ പോയി ഇരുന്നിട്ടുണ്ടോ? അതെ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടെ പ്രിയാമണി എന്ന് മാഷ് പറയാണ്. പ്രിയാമണിനെ ആകെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന സാന്ദ്രേനെയാണ്. സാന്ദ്ര മഹേഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഹലോ മഹേഷ്, സാന്ദ്ര പറ, എന്താ കാര്യങ്ങൾ? ഞാൻ ആ കേസ് ഗൗരവമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് പറഞ്ഞ സത്യം മഹേഷ്, അതൊരു ആക്സിഡന്റ് അല്ല, കൊലപാതക ശ്രമം തന്നെയാണ്. അപ്പോ ഞാൻ വിചാരിച്ച സത്യം തന്നെയാണല്ലോ എടോ. അതെ. പിന്നെ ആകാശ് മാത്രമാണ് മഹേഷിന്റെ ശത്രുവായിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് അയാളിലേക്ക് വേണമെങ്കിൽ ശ്രദ്ധ തിരിക്കാം. പക്ഷെ അയാളാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അയാളാവാൻ ചാൻസ് കുറവാ മഹേഷ്. ഒരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരെങ്കിലും മഹേഷിന് സംശയം ഉണ്ടോ? വേറെ, അത് ഇഷിതയ്ക്ക് വെച്ച കെണി ആവാനാണ് ചാൻസ് അല്ലോ. ഇനി രചന എങ്ങാനും എന്ന് മഹേഷ് പറയുമ്പോ, യെസ് രചന. ഓക്കെ, ഞാൻ രചന പണ്ടെന്തോ കണ്ട ഓർമ്മയുള്ളൂ. ഓക്കെ, ഞാൻ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ആകാശാവാൻ ചാൻസ് കുറവാ മഹേഷ്. ഈ പറഞ്ഞ പോലെ രചനയോ അതുപോലെ തന്നെ രചന ഒരു കൂട്ടുകാരി പഠിത്തണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അവളുടെ പേര്? സുമിത. അവർ രണ്ടുപേരിലും കൂടി ഒന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. അവിടുത്തെ അടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഞാൻ നോക്കി. അതിലൊന്നും സംശയകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത് CCTVയിലൊന്നും കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെ പിടിക്കാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് മഹേഷിന്റെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞ, അതായത് ഇഷിതയുടെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞ ആ ഒരു ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ പിടിക്കാൻ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും. എന്തായാലും മഹേഷിന് എന്നെ ഉറപ്പ് തരാണ്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും എന്ന് സാന്ദ്ര പറയാട്ടോ. മഹേഷിനും സന്തോഷാവാണ്. രചനക്ക് പിടി വീഴാനായിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.